Hello friends, once again welcome to my English classroom. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസുകളെ കുറിച്ചാണ്. സെൻറ്റൻസുകളുടെ സ്ട്രക്ചറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ടൈപ്പുകളാണ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസുകൾ. ഏതെല്ലാം രീതിയിലാണ് ഈ സെൻറ്റൻസുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്നും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. എ കോമൺ വീക്ക്നെസ് ഇൻ റൈറ്റിംഗ് ഈസ് ദ ലാക്ക് ഓഫ് വാരീഡ് സെൻറ്റൻസസ്. നമുക്കെല്ലാവർക്കും എഴുത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് നമുക്ക് വാരീഡ് സെൻറ്റൻസുകൾ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും ലെങ്ത്തിലുമുള്ള സെൻറ്റൻസുകൾ എഴുതാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എഴുത്തിൻ്റെ ഒരു വലിയ ന്യൂനത തന്നെയാണ്. ബിക്കമിങ് അവെയർ ഓഫ് 3 ജനറൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ ഈ സെൻറ്റൻസ് ടൈപ്പുകളെക്കുറിച്ച് അറിഞ്ഞാൽ ഏതെല്ലാമാണ്? സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ്. ഇവ 3നെക്കുറിച്ചും, ഈ 3 രീതിയിലുള്ള സെൻറ്റൻസുകളും എത്തരത്തിലാണ് എഴുതുക, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്യാൻ ഹെൽപ്പ് അസ് വാരി ദ സെൻറ്റൻസ് ഇൻ അവർ റൈറ്റിംഗ്. നമ്മുടെ എഴുത്തുകളിൽ സെൻറ്റൻസിനെ വാരി ചെയ്യാൻ, വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ, അത് എഴുത്തിൻ്റെ ആ ഒഴുക്കിന് ഭംഗി കൂട്ടാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 3 രീതിയിലുള്ള സെൻറ്റൻസുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരറിവാണ്. നമുക്ക് ആദ്യത്തെ രീതിയിലുള്ള സെൻറ്റൻസുകളെക്കുറിച്ച് നോക്കാം. സിമ്പിൾ സെൻറ്റൻസസ്. എ സിമ്പിൾ സെൻറ്റൻസ് ഹാസ് ദ മോസ്റ്റ് ബേസിക് എലമെൻറ്റ്സ് ദാറ്റ് മേക്ക് ഇറ്റ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനാ? ഒരു സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഉള്ള വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ്, അല്ലേ? അത് തന്നെയാണ് സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഡെഫിനിഷനും. എ സിമ്പിൾ സെൻറ്റൻസ് ഹാസ് ദ മോസ്റ്റ് ബേസിക് എലമെൻറ്റ്സ് ദാറ്റ് മേക്ക് ഇറ്റ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് ആവാൻ വേണ്ട എല്ലാ അടിസ്ഥാന ഘടകങ്ങളും അടങ്ങിയതിനെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ അടിസ്ഥാന ഘടകങ്ങൾ? എ സബ്ജക്റ്റ്, എ വെർബ് ആൻഡ് എ കംപ്ലീറ്റ് തോട്ട്. തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റ് വേണം, ഒരു വെർബ് വേണം ആൻഡ് എ കംപ്ലീറ്റ് തോട്ട്. ഒരു കൃത്യമായിട്ടുള്ള അർത്ഥം, അല്ലേ, പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥവും അതിന് വേണം. കംപ്ലീറ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസുകൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബേസിക് സെൻറ്റൻസിന് വേണ്ട എല്ലാ അടിസ്ഥാന ഘടകങ്ങളും അടങ്ങിയ സെൻറ്റൻസിനെ നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കാം. തീർച്ചയായിട്ടും അതിനകത്തൊരു സബ്ജക്റ്റ് വേണം, ഒരു വെർബും വേണം, കൃത്യമായ ഒരു കംപ്ലീറ്റ് തോട്ടും അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നർത്ഥം. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ജോ വെയിറ്റഡ് ഫോർ ദ ട്രെയിൻ. ജോ വെയിറ്റഡ് ഫോർ ദ ട്രെയിൻ. ജോ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നാണല്ലേ. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ജോ എന്നാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, വെയിറ്റഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. കൃത്യമായ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബുണ്ട്, മാത്രമല്ല ഒരു കംപ്ലീറ്റ് തോട്ടാണ്. നമുക്ക് കൃത്യമായി പൂർണ്ണമായി മനസ്സിലാക്കാവുന്ന ഒരർത്ഥവും അതിനുണ്ട്. ജോ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ട്രെയിൻ വാസ് ലേറ്റ്. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ദ ട്രെയിൻ വാസ് ലേറ്റ്, അല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ദ ട്രെയിൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, വാസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. ലേറ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആണ്, അല്ലേ? എന്നാൽ സബ്ജക്റ്റുമുണ്ട്, വെർബുമുണ്ട്, പൂർണ്ണമായ ഒരു അർത്ഥവുമുണ്ട്. ദ ട്രെയിൻ വാസ് ലേറ്റ്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ട്രെയിൻ ലേറ്റ് ആണ്, അല്ലേ? ട്രെയിൻ ലേറ്റ് ആയിരുന്നു എന്നർത്ഥം. അപ്പോൾ കൃത്യമായിട്ട് ഒരു സബ്ജക്റ്റും ഒരു വെർബും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തോട്ടുമുള്ള സെൻറ്റൻസുകളെ ഇത്തരത്തിൽ നമുക്ക് സിമ്പിൾ സെൻറ്റൻസുകൾ എന്ന് വിളിക്കാം. എ സിമ്പിൾ സെൻറ്റൻസ് ക്യാൻ ആൾസോ ബി റെഫേർഡ് ടു ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, സിമ്പിൾ സെൻറ്റൻസിനെ നമുക്ക് എന്നും കൂടെ വിളിക്കാം റെഫേർഡ് ടു ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നുള്ളതും വിളിക്കാം. ക്ലോസുകളെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇനിയുള്ള ബാക്കി കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസുകളെക്കുറിച്ച് പറയുന്ന ക്ലാസ് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. എ സിമ്പിൾ സെൻറ്റൻസ് ക്യാൻ ആൾസോ ബി റെഫേർഡ് ടു ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും വിളിക്കാം. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? ഒരു സബ്ജക്റ്റും ഒരു വെർബുമുള്ള സെൻറ്റൻസുകളാണ് എന്നുള്ളത്. മാത്രമല്ല ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്ലോസുകൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് സിമ്പിൾ സെൻറ്റൻസ് എന്നും പറയുന്നത്. അതുകൊണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്നും വിളിക്കാം.
ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. എന്തുകൊണ്ടാണ് ഇതിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് വൈൽ ഇറ്റ് മൈറ്റ് ബി എ പാർട്ട് ഓഫ് എ കോമ്പൗണ്ട് ഓർ കോംപ്ലക്സ് സെൻറ്റൻസസ് ഇറ്റ് ക്യാൻ ആൾസോ സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ് ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. അത് നമ്മൾ കോമ്പൗണ്ടും കോംപ്ലക്സ് സെൻറ്റൻസുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത്തരം സെൻറ്റൻസുകളുടെ ഒരു ഭാഗമായിട്ട് ഇവർ വരുന്നുണ്ടെങ്കിലും ഈ സിമ്പിൾ സെൻറ്റൻസുകൾ ഈ പറഞ്ഞ കോമ്പൗണ്ടിൻ്റെയും കോംപ്ലക്സിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ആൾസോ സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. ഇത്തരം സെൻറ്റൻസുകൾക്ക്, ഈ ചെറിയ സെൻറ്റൻസുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കും. സിമ്പിൾ സെൻറ്റൻസുകൾക്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കും ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. അതിനെ നമുക്ക് മാറ്റി നിർത്തിയാലും ഒറ്റയ്ക്ക് ഒരു അർത്ഥമുണ്ടാവും എന്നുള്ളതാണ് ഇത്തരം സെൻറ്റൻസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് സിമ്പിൾ എന്ന് പറയുന്ന സെൻറ്റൻസ് കോമ്പൗണ്ടിലായാലും കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ഭാഗമായാലും ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു ഭാഗം അതിനകത്തുണ്ടെങ്കിൽ, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അതിനകത്തുണ്ടെങ്കിൽ നമുക്കതിനെ സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കാം. നമ്മളത് കോമ്പൗണ്ടിനെയും കോംപ്ലക്സിനെയും പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. ഇനി സിമ്പിൾ സെൻറ്റൻസുകളെ പഠിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ സിമ്പിൾ സെൻറ്റൻസുകൾ മാത്രമല്ല ഇംഗ്ലീഷിലുള്ളത്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകത എന്തായിരുന്നു? നമ്മൾ ഇത്തരത്തിൽ സിമ്പിൾ സെൻറ്റൻസുകൾ ഒരുപാട് ഇങ്ങനെ സെൻറ്റൻസിൽ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സെൻറ്റൻസ് ഒരു കഷ്ണമായി കിടക്കുന്ന പോലെ ഒരു ചോപ്പി ഫീലിംഗ് ഉണ്ടാവും. മാത്രമല്ല ഒരു ഫ്ലോയിങ് സ്മൂത്ത്ലി ആയിട്ട് പോകുന്ന ഒരു ഫ്ലോ നമുക്ക് കിട്ടില്ല. അതായത് നമ്മുടെ സെൻറ്റൻസിനെ കൃത്യമായ ഒരു ഒഴുക്കയോടുകൂടി പറയാൻ കഴിയാത്ത രീതിയിൽ കഷ്ണങ്ങളായിട്ട് പോകും നമ്മൾ സിമ്പിൾ സെൻറ്റൻസുകൾ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് ലെങ്ത് കൂടിയ സെൻറ്റൻസുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അടുത്തതായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കാനുള്ളത്. ദ സെക്കൻഡ് വൺ ഈസ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്താണെന്ന് നോക്കാം. എ കോമ്പൗണ്ട് സെൻറ്റൻസ് റെഫേഴ്സ് ടു എ സെൻറ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഓർ കംപ്ലീറ്റ് സെൻറ്റൻസസ് കണക്റ്റഡ് ടു വൺ അനദർ വിത്ത് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇനി എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നുള്ളത് നോക്കാം. എ കോമ്പൗണ്ട് സെൻറ്റൻസ് റെഫേഴ്സ് ടു എ സെൻറ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ പരസ്പരം കൂട്ടിച്ചേർത്തിട്ടാണ് കോമ്പൗണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്? നമ്മൾ നേരത്തെ പറഞ്ഞാണ് സിമ്പിൾ സെൻറ്റൻസുകൾ തന്നെയാണ് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, രണ്ട് രീതിയിലുള്ള ക്ലോസുകളുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നവർ ഇൻഡിപെൻഡൻറ്റ്, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തവർ ഡിപ്പെൻഡൻറ്റ് അല്ലേ. അതങ്ങനെ രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ ക്ലോസുകളുടെ കാര്യത്തിൽ പറഞ്ഞതാണ്. ഇനി ഇത്തരത്തിലുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ് സെൻറ്റൻസുകളെ, സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്നു. കണക്റ്റഡ് ടു വൺ അനദർ വിത്ത് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. നമ്മൾ ചെയ്യുന്നത് പരസ്പരം കണക്ട് ചെയ്യുക. ടു വൺ അനദർ വിത്ത് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. പരസ്പരം സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൺജങ്ഷൻസ് അല്ലേ. ഇവിടെ കോമ്പൗണ്ട് സെൻറ്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നവരാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇനി ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് അറിയണം, എന്നാലേ കോമ്പൗണ്ട് സെൻറ്റൻസുകളെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ അല്ലേ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ ഈസി ടു റിമെമ്പർ ഇഫ് യു തിങ്ക് ഓഫ് ദ വേർഡ്സ് ഫാൻ ബോയ്സ്. ഒരു ക്ലൂ തരികയാണ്, അതല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു വേർഡ് തരികയാണ്. ഒരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയാളെ പോലും വിട്ടുപോകില്ല. അതുകൊണ്ട് നിങ്ങൾ ഫാൻ ബോയ്സ് എന്ന് ഓർക്കുക. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫാൻ ബോയ്സ് എന്ന് ഓർക്കുക. കാരണം ഓരോന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ടാക്കാം. ഫാൻ ബോയ്സ്, ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. ഈ 7 പേരുമാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. എങ്ങനെ? രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ അല്ലെങ്കിൽ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഫോറോ, ആൻഡോ, നോറോ, ബട്ടോ, ഓറോ, യെറ്റോ, സോ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നു. അത്തരത്തിൽ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ എന്നുണ്ടാവും. അതിനെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ജോ വെയിറ്റഡ് ഫോർ ദ ട്രെയിൻ ബട്ട് ദ ട്രെയിൻ വാസ് ലേറ്റ്. നമ്മൾ നേരത്തെ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളായി പറഞ്ഞിരുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ഒറ്റ സെൻറ്റൻസിലേക്ക് ചുരുക്കിയിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ചുരുക്കിയത്? നമ്മൾ നടുവിൽ എന്ത് കൊടുത്തു? ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കൊടുത്തു, എന്നിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തു. ജോ വെയിറ്റഡ് ഫോർ ദ ട്രെയിൻ ബട്ട് ദ ട്രെയിൻ വാസ് ലേറ്റ്. ജോ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ ട്രെയിന് ലേറ്റ് ആയിരുന്നു.
അല്ലേ? ഒന്നിച്ച് പറയാൻ കഴിയും നമുക്ക്. എങ്ങനെ? നമ്മൾ ബട്ട് എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇത്തരത്തിൽ ആൻഡ് ഉപയോഗിച്ചും ബട്ട് ഉപയോഗിച്ചും ഓർ ഉപയോഗിച്ചും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം സിമ്പിൾ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോ വെയിറ്റഡ് ഫോർ ദ ട്രെയിൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് തോട്ടാണ്. ജോ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ദ ട്രെയിൻ വാസ് ലേറ്റ്, ട്രെയിൻ ലേറ്റ് ആയിരുന്നു എന്ന് പറയുന്നതും ഒരു കംപ്ലീറ്റ് തോട്ടാണ്. രണ്ടും എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസുകളാണ്, അതല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസുകളാണ്. ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെയാണ് അല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസുകളെയാണ് നമ്മൾ ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ തുടങ്ങിയ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ യൂസ്ഫുൾ ഫോർ കണക്റ്റിംഗ് സെൻറ്റൻസസ്, ബട്ട് കോമ്പൗണ്ട് സെൻറ്റൻസസ് ഓഫൺ ആർ ഓവർ യൂസ്ഡ്. അങ്ങനെ സിമ്പിൾ സെൻറ്റൻസ് പഠിച്ചു, കോമ്പൗണ്ട് സെൻറ്റൻസും നമ്മൾ പഠിച്ചു അല്ലേ? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ യൂസ്ഫുൾ ഫോർ കണക്റ്റിംഗ് സെൻറ്റൻസസ്, തീർച്ചയായിട്ടും സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ബട്ട് കോമ്പൗണ്ട് സെൻറ്റൻസസ് ഓഫൺ ആർ ഓവർ യൂസ്ഡ്. പക്ഷേ ഇത്തരത്തിൽ കോമ്പൗണ്ട് സെൻറ്റൻസുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, ഓവർ യൂസ്ഡ് ആണ്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. While coordinating conjunctions can indicate some type of relationship between the two independent clauses in the sentence, they are sometimes do not indicate much of a relationship. ഇനി പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ അവർ തമ്മിലൊരു ബന്ധം, നമ്മൾ പറയുന്ന പോലെ ആൻഡ്, ബട്ട്, ഓർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ആൻഡ് എന്ന് പറയുമ്പോൾ അതും കൂടെയാണ്, ബട്ട് എന്ന് പറയുമ്പോൾ പക്ഷേ എന്നാണ് അല്ലേ? ഓർ എന്ന് പറഞ്ഞാൽ അത് കൂടാതെ എന്നാണ്. ഒരർത്ഥമുണ്ട്. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് പരസ്പരം രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ കാണിക്കുന്നുണ്ടെങ്കിലും they are sometimes do not indicate much of a relationship. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുടെ ബന്ധം എപ്പോഴും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാറില്ല, ഇത്തരത്തിൽ ആൻഡോ ബട്ടോ ഉപയോഗിച്ച് കണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ദ വേർഡ് ആൻഡ്, ഫോർ എക്സാമ്പിൾ, നമുക്ക് ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എടുക്കാം. only adds one independent clause to another. ആൻഡ് എന്ന വാക്ക് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ പരസ്പരം കണക്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വിത്തൗട്ട് ഇൻഡിക്കേറ്റിംഗ് ഹൗ ദ ടു പാർട്സ് ഓഫ് എ സെൻറ്റൻസ് ആർ ലോജിക്കലി റിലേറ്റഡ്. ഈ രണ്ട് സെൻറ്റൻസുകളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്താണ് അവർ തമ്മിലുള്ള ബന്ധമെന്ന് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ആൻഡ് ഉപയോഗിച്ച് പറയാൻ കഴിയില്ല. ആൻഡ് എന്ന് പറഞ്ഞാൽ അതും ഇതും എന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ആൻഡ് ഉപയോഗിച്ചിട്ട് പറയാറാണ്. ടു മെനി കോമ്പൗണ്ട് സെൻറ്റൻസസ് ദാറ്റ് യൂസ് ആൻഡ് ക്യാൻ വീക്കൻ റൈറ്റിംഗ്. ഇനി നമ്മളുടെ എഴുത്തിൽ വരുന്ന ഒരു വലിയ ന്യൂനതയാണ് ഇത്തരത്തിൽ ആൻഡ് ഉപയോഗിച്ച് നമ്മൾ തുടർച്ചയായി സെൻറ്റൻസുകൾ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൻറ്റൻസുകൾ വീക്കൻ ചെയ്യും. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ നമുക്ക് ആകെ അറിയുന്നത് ഇത്തരത്തിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിരുന്നു അല്ലേ? ആൻഡ്, ഓർ, ബട്ടാണ് നമ്മൾ കൂടുതൽ സെൻറ്റൻസുകൾ ഉപയോഗിച്ചിരുന്നത്. അത്തരത്തിൽ എഴുതുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം സെൻറ്റൻസുകൾ തുടർച്ചയായി ആൻഡ്, ഓർ, ബട്ട് എന്നിവ കടന്നു വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ തീർച്ചയായിട്ടും നമ്മുടെ എഴുത്തിനെ വീക്കൻ ചെയ്യും. Clearer and more specific relationship can be established through the use of complex sentences. അങ്ങനെയാണ് കോംപ്ലക്സ് സെൻറ്റൻസുകളുടെ ആവശ്യകത വരുന്നത്. കോംപ്ലക്സ് സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നതിലൂടെ സെൻറ്റൻസിനെ മോർ ക്ലിയറർ ആൻഡ് മോർ സ്പെസിഫിക്, കൃത്യമായ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയാനും റിലേഷൻഷിപ്പ് സ്പെസിഫിക് ആയിട്ട് കാണിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇത്തരം സെൻറ്റൻസുകളുടെ പ്രത്യേകത. സോ നമുക്ക് എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്ന് നോക്കാം. ദ തേർഡ് വൺ, കോംപ്ലക്സ് സെൻറ്റൻസ്. A complex sentence is made up of an independent clause and one or more dependent clause connected to it. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതായത് നമ്മൾ സിമ്പിൾ സെൻറ്റൻസിൽ ഒറ്റ ഇൻഡിപെൻഡൻറ്റ് ക്ലോസേ ഉണ്ടായിരുന്നുള്ളൂ. കോമ്പൗണ്ട് സെൻറ്റൻസിലെത്തിയപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെയോ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളെയും പരസ്പരം കണക്ട് ചെയ്ത് എഴുതുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. എ കോംപ്ലക്സ് സെൻറ്റൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും, ആൻഡ് വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ഒന്നോ അതിലധികമോ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളും കണക്ട് ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ക്ലോസുകളാണ് അല്ലേ? ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുടെ കൂടെ മാത്രം നിൽക്കാനേ ഇവർക്ക് കഴിയുള്ളൂ. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തോട്ട് ഉണ്ടാവില്ല, പക്ഷേ ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടാവും. നമ്മളത് ക്ലോസുകളുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നതാണ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് കനോട്ട് സ്റ്റാൻഡ് അലോൺ ആസ് എ സെൻറ്റൻസ്, ബട്ട് ദേ ക്യാൻ ബി ആഡഡ് ടു ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ടു ഫോം എ കംപ്ലീറ്റ് സെൻറ്റൻസ്.
നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ കോംപ്ലക്സ് സെൻറ്റൻസിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുടെ കൂടെ നിൽക്കാൻ കഴിയും. ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ബിഗിൻ വിത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇനി ഇവിടെ പഠിക്കാനുള്ള പുതിയ ആൾക്കാരാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇത്തരത്തിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ എങ്ങനെയാണ്? ബിഗിൻ വിത്ത്, തുടക്കത്തിൽ ഉപയോഗിക്കും, വിത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. സബോർഡിനേറ്റിംഗ് ആയിട്ടുള്ള കൺജങ്ഷൻസ് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ ആരംഭിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് അറിയേണ്ടത് നിർബന്ധമാണ്. സം ഓഫ് ദ മോസ്റ്റ് കോമൺ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ, താഴെ കാണുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ആഫ്റ്റർ, ആൾദോ, ആസ്, ബിക്കോസ്, ബിഫോർ, ഈവൻ, ദോ, ഈഫ്, സിൻസ്, ഈവൻ ദോ, അൺലെസ്, അൺടിൽ, വെൻ, whenever, whereas, wherever, while. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതല്ലാതെ വേറെയുമുണ്ട്. നമ്മളൊരുപാട് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും അല്ലേ. ഇവരെല്ലാവരെയും വെച്ചിട്ടാണ്, ഇതിലേതെങ്കിലും ഒന്നിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ ആരംഭിക്കുന്നത്. നമുക്കിതിന് എക്സാമ്പിൾ നോക്കാം. While he waited at the train station, Joe realized that the train was late. ഇതാണ് ഇവിടുത്തെ കോംപ്ലക്സ് സെൻറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത്. While he waited at the train station, ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോ റിയലൈസ്ഡ് ദാറ്റ് ദ ട്രെയിൻ വാസ് ലേറ്റ്. ജോയ്ക്ക് തിരിച്ചറിഞ്ഞു, ജോ മനസ്സിലാക്കി ട്രെയിന് വൈകിയിട്ടുണ്ട്. ദ ട്രെയിൻ വാസ് ലേറ്റ് അല്ലേ. കൃത്യമായിട്ട് കാണാം. വൈൽ ഹീ വെയിറ്റഡ് അറ്റ് ദ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്ന പ്രയോഗത്തിൽ വൈൽ എന്ന് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. വൈൽ എന്നുള്ളത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സബോർഡിനേറ്റിംഗ് ആണ്. സോ അത് തന്നെ എന്തായിരിക്കും? ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. വൈൽ ഹീ വെയിറ്റഡ് അറ്റ് ദ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പൂർണ്ണമായൊരർത്ഥമില്ല. ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അത് പൂർണ്ണമായൊരർത്ഥം ലഭിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് എന്ന് പറഞ്ഞില്ല, അത് ബാക്കി പറയുന്നു. ജോ റിയലൈസ്ഡ് ദാറ്റ് ദ ട്രെയിൻ വാസ് ലേറ്റ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ജോ റിയലൈസ്ഡ് ദാറ്റ് ദ ട്രെയിൻ വാസ് ലേറ്റ്. ട്രെയിൻ വൈകി എന്ന് ജോയ്ക്ക് മനസ്സിലാകുന്നു. അതൊരു പൂർണ്ണമായ അർത്ഥമുള്ളതാണ്. സോ ആദ്യത്തേത് ഇവിടെ എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. രണ്ടാമത് വരിക്കുന്ന ഭാഗം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ കൂടെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ഒന്നാവാം അതിലധികമാവാം, അത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ആദ്യം ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരും, പിന്നീടാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് വിചാരിക്കരുത്. ഇതേ സെൻറ്റൻസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റു രീതിയിലും എഴുതാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട്. ജോ റിയലൈസ്ഡ് ദാറ്റ് ദ ട്രെയിൻ വാസ് ലേറ്റ് വൈൽ ഹീ വെയിറ്റഡ് അറ്റ് ദ ട്രെയിൻ സ്റ്റേഷൻ. നമുക്ക് ഡിപ്പെൻഡൻറ്റിനെയും ഇൻഡിപെൻഡൻറ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും എഴുതാം. അതായത് ആദ്യം ആരാണ് വരിക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള നിയമമൊന്നുമില്ല. നമ്മൾ രണ്ടാമത് പറഞ്ഞ ഈ സെൻറ്റൻസിൽ ആദ്യം ഇൻഡിപെൻഡൻറ്റ് ക്ലോസും രണ്ടാമതായി ഡിപ്പെൻഡൻറ്റ് ക്ലോസുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നതിൽ കുഴപ്പമില്ല. കൃത്യമായിട്ട് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ഉണ്ടാവുമെന്ന് മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജോ റിയലൈസ്ഡ് ദാറ്റ് ദ ട്രെയിൻ വാസ് ലേറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ലേറ്റായി എന്നുള്ളത് ജോയ്ക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കാവുന്ന പൂർണ്ണമായ അർത്ഥമുള്ളൊരു ക്ലോസ് ആണത് അല്ലേ. വൈൽ ഹീ വെയിറ്റഡ് അറ്റ് ദ ട്രെയിൻ സ്റ്റേഷൻ, ട്രെയിൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നാണ് രണ്ടാമത് പറഞ്ഞത്. അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നതല്ല. സോ ഇത്തരത്തിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ കൂടെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരുന്ന, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ വരുന്ന സെൻറ്റൻസുകളെയാണ് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് സെൻറ്റൻസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതൊന്നും കൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉദാഹരണങ്ങളോട് നോക്കാം. എക്സാമ്പിൾസ്. സിമ്പിൾ സെൻറ്റൻസ് ആണ് ആദ്യം പറയുന്നത്. ഷീ സ്മൈൽഡ്. കോമ്പൗണ്ട് സെൻറ്റൻസ്, ഷീ സ്മൈൽഡ് ആൻഡ് ഷീ ലാഫ്ഡ്. കോംപ്ലക്സ് സെൻറ്റൻസ്, ഷീ സ്മൈൽസ് വെൻ ഷീ ഈസ് ഹാപ്പി. ഇത് മൂന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്നർത്ഥം. ഷീ സ്മൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വെർബും ഉണ്ട്. ഇറ്റ് ഈസ് എ സിമ്പിൾ സെൻറ്റൻസ്. ഒരു കംപ്ലീറ്റ് തോട്ടും ഉണ്ട് അല്ലേ, അവൾ ചിരിച്ചു, കംപ്ലീറ്റ് തോട്ടും ഉണ്ട്. നെക്സ്റ്റ് വൺ, കോമ്പൗണ്ട് സെൻറ്റൻസ്. ഷീ സ്മൈൽഡ് ആൻഡ് ഷീ ലാഫ്ഡ്. അവൾ ചിരിച്ചു, ആൻഡ് ഷീ ലാഫ്ഡ് അല്ലേ, അവർ പുഞ്ചിരിക്കുകയും ചിരിക്കുകയും ചെയ്തു.
എന്ന അർത്ഥത്തിലാണ്. സോ കൃത്യമായിട്ട് നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞാണ്, അർത്ഥത്തിലേക്ക് നിങ്ങൾ പോകണ്ട കേട്ടോ. ഷീ സ്മൈൽഡ് ആൻഡ് ഷീ ലാഫ്ഡ്, പുഞ്ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഷീ സ്മൈൽഡ് ആൻഡ്, അല്ലേ? ഒരു സബ്ജക്റ്റുമുണ്ട് വെർബുണ്ട് ആദ്യത്തിൽ രണ്ടാമത്തതിലും. അങ്ങനെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ. ഷീ സ്മൈൽഡ് എന്ന് ഒറ്റയ്ക്ക് നിൽക്കും, ഷീ ലാഫ്ഡ് എന്നുള്ളതും ഒറ്റയ്ക്ക് നിൽക്കും. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ ആൻഡ് എന്ന കഞ്ചങ്ഷൻ ഉപയോഗിച്ചിട്ട്, അല്ലേ? എന്ത് കഞ്ചങ്ഷനാണ്? കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, കോംപ്ലക്സ് സെൻറ്റൻസ്. ഷീ സ്മൈൽസ് വെൻ ഷീ ഈസ് ഹാപ്പി. ഷീ സ്മൈൽസ് എന്ന് പറയുന്ന ഒറ്റയ്ക്ക് നിൽക്കും എന്ന് നമുക്കറിയാം. വെൻ ഷീ ഈസ് ഹാപ്പി, അവൾ സന്തോഷവതിയാകുമ്പോൾ എന്നാണ്. അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല, അല്ലേ? അപ്പോൾ ആദ്യം ഷീ സ്മൈൽസ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസും വെൻ ഷീ ഈസ് ഹാപ്പി എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് ക്ലോസും കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ വെൻ എന്നാണ് സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? സോ ഇത്തരത്തിൽ സബോർഡിനേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പറയുന്നത്. സോ വെൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെൻ ഷീ ഈസ് ഹാപ്പി. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ, ദ ബോയ്സ് വെൻറ്റ് ടു ദ പാർക്ക്. സിമ്പിൾ സെൻറ്റൻസ് ആണ്, അല്ലേ? ദ ബോയ്സ് വെൻറ്റ് ടു ദ പാർക്ക്. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഒരു സബ്ജക്റ്റ് ദ ബോയ്സ്, വെൻറ്റ് എന്ന് പറയുന്ന ഒരു വെർബ്. നെക്സ്റ്റ് വൺ, കോമ്പൗണ്ട് സെൻറ്റൻസ്. The boys went to the park but they did not go to the zoo. The boys went to the park, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. But they did not go to the zoo. പക്ഷേ അവർ സൂയിലേക്ക് പോയില്ല എന്ന് പറയുന്നത് മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കണക്ട് ചെയ്തിരിക്കുന്നത് ബട്ട് എന്ന കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. They did not go to the zoo, ഒറ്റയ്ക്ക് നിൽക്കില്ലേ? They did not go to the zoo, നിൽക്കും. ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ കോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നത് കോമ്പൗണ്ട് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ, കോംപ്ലക്സ് സെൻറ്റൻസ്. Because the boys went to the park, they did not go to the zoo. Because the boys went to the park, ബോയ്സ് പാർക്കിലേക്ക് പോയത് കൊണ്ട് they did not go to the zoo, അവർ സൂയിലേക്ക് പോയില്ല. ഇവിടെ ബിക്കോസ് എന്ന സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആരംഭിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഭാഗം എന്താണ്? ഇറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ബിക്കോസ് ദ ബോയ്സ് വെൻറ്റ് ടു ദ പാർക്ക്, ആൺകുട്ടികൾ പാർക്കിലേക്ക് പോയതിനാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ദേ ഡിഡ് നോട്ട് ഗോ ടു ദ സൂ, അവർ സൂയിലേക്ക് പോയില്ല, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ ആദ്യത്തെ ഡിപ്പെൻഡൻറ്റും രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുമായിട്ട് ഇതിനെ നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വിളിക്കാം. ഇതേ സെൻറ്റൻസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് മാറ്റിയും എഴുതാം, അല്ലേ? എങ്ങനെ? ദ ബോയ്സ് ഡിഡ് നോട്ട് ഗോ ടു ദ സൂ ബിക്കോസ് ദേ വെൻറ്റ് ടു ദ പാർക്ക് എന്നും പറയാം. ഇതും ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. എങ്ങനെ? ദ ബോയ്സ് ഡിഡ് നോട്ട് ഗോ ടു ദ സൂ, ആൺകുട്ടികൾ സൂയിലേക്ക് പോയില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ബിക്കോസ് ദേ വെൻറ്റ് ടു ദ പാർക്ക്, അവർ പാർക്കിലേക്ക് പോയതിനാൽ എന്നാണ്. സോ ബിക്കോസ് എന്നിവിടെ ചേർത്തിട്ടുണ്ട്. ബിക്കോസ് ദേ വെൻറ്റ് ടു ദ പാർക്ക്, അവർ പാർക്കിലേക്ക് പോയതിനാൽ ഒറ്റയ്ക്ക് നിൽക്കില്ല. ഇറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ അതായത് കൃത്യമായി ഒരു ഡിപ്പെൻഡൻറ്റും ഒരു ഇൻഡിപെൻഡൻറ്റും, അല്ലേ? ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ കൂടെ ഇത്തരത്തിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ കണക്ട് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് കോംപ്ലക്സ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ കോംപ്ലക്സ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നവയാണ് സബോർഡിനേറ്റിംഗ് കഞ്ചങ്ഷൻസ് എന്ന് പറയുന്നവർ. ഓക്കെ അല്ലേ? ഇത്രയുമാണ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇവ മൂന്നിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.